നമ്മുടെ ചട്ടിയിൽ ക്യാബേജ് നട്ടിട്ട് ഇപ്പൊ 2 ആഴ്ചയായി. നോക്ക് നമ്മളെ തൈകളൊക്കെ അത്യാവശ്യം നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുറത്തൊക്കെ നട്ടാലും 2 ആഴ്ച കൊണ്ടൊക്കെ തൈയൊക്കെ ഈ രീതിയിൽ തന്നെ വളരുള്ളൂ. ആ ഒരു വളർച്ച നമുക്ക് ചട്ടിയിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പ്രശ്നം പറ്റിയത് ഇതാ ഉണ്ടല്ലേ, തുടക്കത്തിൽ കുറച്ച് പുഴുക്കേട് വന്നിരുന്നു കേട്ടോ. അപ്പൊ അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മള് ചെറിയൊരു അശ്രദ്ധ കൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ പുഴുവൊക്കെ പിടിക്കുന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, വേഗം തന്നെ വേപ്പ് കഷയൊക്കെ അടിച്ചു കൊടുത്തുകൊണ്ട് അതൊക്കെ മാറിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ തൂമ്പൊക്കെ മുഴുവനായിട്ട് അന്ന് പുഴു കഴിച്ചു പോയിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടോ, ആ തൂമ്പാണ് ഇത്. അത് മാറിയിട്ട് ഇപ്പൊ പുതിയ നല്ല ചെറിയ ഇലയൊക്കെ വരുന്നുണ്ട്. അപ്പൊ വേപ്പ് കഷ അടിച്ചപ്പോൾ അതൊക്കെ കുറഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ തൈകൾക്ക് ആദ്യം എന്ത് ചെയ്യും, പുറത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, 2 സൈഡിൽ നിന്ന് മണ്ണ് അരിക്ക് വലിച്ചു കൊടുക്കും. ഇനി തൈ വലുതായി കഴിഞ്ഞാൽ നമുക്ക് അരിക്ക് വെച്ചാൽ ബുദ്ധിമുട്ടാവും. ഇതിലായതുകൊണ്ട് നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ഒക്കെ അടിഭാഗം കാണിച്ചു കൊടുക്കുക. മണ്ണ് നിറച്ച സമയത്ത് ചട്ടിയിൽ അത്യാവശ്യം കുറച്ച് അങ്ങനെ ഒരു ഈ ലെവലിൽ നിറച്ചിട്ട് ബാക്കി ഇത്രയും ഭാഗം നമ്മൾ വിട്ടിരുന്നു. പിന്നെ മണ്ണ് ഇട്ട് കൊടുക്കണം എന്നൊക്കെ അന്ന് വീഡിയോ പറഞ്ഞത്. കളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കളയൊക്കെ ഒന്ന് നീക്കിയിട്ട് ഈ ഒരു ഹൈറ്റിൽ വരാം. ചട്ടിയുടെ ഒരു മുഴുവനായിട്ട് തന്നെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. കുറച്ച് മണ്ണപ്പം ഇരുന്നോളൂ. അപ്പൊ മാക്സിമം നമുക്ക് പറ്റുന്നത്ര മണ്ണ് നിറച്ചു കൊടുക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ മണ്ണ് മാത്രമല്ല, കുറച്ച് കമ്പോസ്റ്റ് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആവശ്യത്തിന് മണ്ണുമായി അതിനനുസരിച്ച് വളമായി ഉണ്ടല്ലേ. ഇതുപോലെ വേഗം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് കള ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ച് നീക്കും വേണം. പിന്നെ ഒന്ന് ഇതിന്റെ ഇലകൾ കണ്ടില്ലേ, കുറച്ച് വലുതായതുകൊണ്ടേ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. വേഗം പൊട്ടിപ്പോ ഇലകൾ. ഈ സമയത്ത് ഇല പൊട്ടിയാൽ നല്ല ക്ഷീണം കൊടുക്കും. ഓരോ ചട്ടിയിലും അത്യാവശ്യം മണ്ണ് വേണ്ടി വരും കേട്ടോ. നമ്മൾ ആദ്യം മണ്ണ് കുറച്ചിട്ടുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വേണ്ടോ, ഇങ്ങനെ കൂടി വരാനുള്ളൊരു ഇതാവും. അതുകൊണ്ടാണ് നമ്മൾ അരിക്കൊക്കെ വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത്, മണ്ണ് കയറ്റി കൊടുക്കണം എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എമ്പ ഇനി കൂടി കിട്ടും. വേഗം എന്ത് ചെയ്യുക, എല്ലാത്തിലും ഇട്ട് കൊടുക്കണം. ഇതൊക്കെ അങ്ങോട്ടേ സ്പീഡിൽ ഇട്ട് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. നമ്മൾ കണ്ടില്ല, കുറേ വിട്ടിട്ടാണ് ക്യാബേജിന്റെ തൈകളൊക്കെ വെച്ചിട്ടുള്ളത്. അന്ന് നമുക്ക് നിറയ്ക്കാൻ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഇതാ ഇവിടെയൊക്കെ ചെറിയ ചട്ടിയിലായിട്ടുള്ളത്. അന്ന് നമുക്ക് ഇത് ഈ കറുത്ത ചട്ടി, ഇതായിരുന്നു നമ്മളെ അടിപൊളി ചട്ടി. ഇതാണ്, ഈ ചട്ടി അന്ന് ഇല്ലായിരുന്നു. ഇത് പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തൈകളൊക്കെ നമുക്ക് ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ച് വെക്കാൻ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ചട്ടിയിൽ പുതിയ തൈകളൊക്കെ വെച്ച് കൊടുക്കണം. ഇവിടെ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വെക്കണം. അതുകൊണ്ട് ഇത് നിറച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി അതാണ്. വേഗം ഇത് തീർക്കട്ടെ. അപ്പൊ മഴയൊക്കെ മാറി ചെറിയൊരു വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. വെയിലെന്ന് പറയാൻ പറ്റില്ല, ഒരു വെളിച്ചം. നമ്മൾ കൊടുന്നത് ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഓരോ ചട്ടിയിലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണ് കയറുന്നുണ്ട്. ഇവിടെ പോയി നമ്മൾ ഗിനിക്കോഴി അറിയാം കേട്ടോ. നമ്മള് വീഡിയോ എടുക്കൽ തുടങ്ങി അപ്പ കരച്ചിൽ തുടങ്ങും. ഇപ്പൊ എന്തായാലും രണ്ടാളും കുറച്ചു നേരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് തീർത്തിട്ട് ഒരു കൊട്ടയും കൂടി എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, മുഴുവനായിട്ട് ഇട്ട് തീരും. അതും കൂടി എടുത്തിട്ട് വരാം. മണ്ണൊക്കെ നിറച്ച് ചട്ടികളൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഇത് ചെയ്യാനുള്ളത്, പുഴുവിന്റെ ശല്യമൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, നല്ല നനവ് വേണം. ഇടയ്ക്ക് ബയോഗ്യാസിന്റെ സ്ലറിയും കൂടെ അടിച്ചു കൊടുത്താൽ ഇനി അങ്ങോട്ട് ക്യാബേജിന്റെ വളർച്ച പെട്ടെന്നായിരിക്കും.